Meet the editors. സ്മൃതി, ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെ നാളെ പുറത്താക്കും. ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന് തീരുമാനമെടുത്തു. നാളെ ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിക്കും. വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് പുറത്താവും. അരനൂറ്റാണ്ട് പാർട്ടിയുടെ ഭാഗമായി നിന്ന വി കുഞ്ഞികൃഷ്ണനാണ് ഏരിയ സെക്രട്ടറി സ്ഥാനത്തു നിന്നും അടുത്തിടെയാണ് ജില്ലാ കമ്മിറ്റിയിലേക്ക് വന്നത്. അവസാനത്തെ ഈ രക്തസാക്ഷി ദിനാചരണത്തിൽ പോലും വി കുഞ്ഞികൃഷ്ണൻ പങ്കെടുക്കുന്നുണ്ട് മധുസൂദനോടൊപ്പം. പയ്യന്നൂരിൽ പാളിയോ? പയ്യന്നൂരിൽ നന്നായി പാളിയിട്ടുണ്ട്. പാർട്ടി എപ്പോഴും ഇങ്ങനെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗുരുതരമായ വിഷയങ്ങൾ പരിശോധിച്ച് പറയുന്നവർക്കെതിരെ നടപടിയെടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇതൊരു സ്ഥിരം ശൈലിയാണ് എന്നുള്ളതാണ്. പയ്യന്നൂരിൽ പാളി എന്ന് പറയുമ്പോൾ ഇന്ന് നടപടി തീരുമാനിച്ചത് ആർക്കൊക്കെ എതിരെയാണോ ആരോപണം ഉന്നയിച്ച് അവരുടെ കൂടി സാന്നിധ്യത്തിലെടുത്ത തീരുമാനം എന്നുള്ളതാണ്. അവിടുത്തെ MLA മധുസൂദൻ ഇരിക്കുന്ന യോഗത്തിലാണ് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാനുള്ള തീരുമാനം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായിരുന്നു ആരോപണം എന്നുള്ളതാണ്. രക്തസാക്ഷി ഫണ്ടാണല്ലോ അത്. പാർട്ടി അണികളെ സംബന്ധിച്ച വൈകാരികമായ വിഷയമാണ്. ആ വൈകാരികമായ വിഷയം എന്ന് പറയുമ്പോൾ ഓരോ പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു വീടുണ്ടാക്കാൻ വേണ്ടി സമാഹരിച്ച അല്ലെങ്കിൽ അവരുടെ ജീവിതം അടുത്ത ജീവിതം നന്നാകാൻ വേണ്ടി സമാഹരിച്ച പണമാണ് അതിൽ വെട്ടിപ്പ് നടത്തി എന്നുള്ള ഗുരുതരമായ ആരോപണമാണ്. അന്ന് ഏരിയ സെക്രട്ടറി ആയിരുന്നു ടി എ മധുസൂദനാണ് ഫണ്ട് പിരിച്ചതിൽ പ്രധാനിയായിരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു നേതാവും കൂടിയുണ്ട്, കെ പി മധുവും ഫണ്ട് പിരിച്ചവരാണ്. അപ്പോൾ ഈ രണ്ട് നേതാക്കൾക്കെതിരെയാണ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. 34 ലക്ഷം രൂപയാണ് വീട് നിർമ്മാണത്തിന് ചെലവായി എന്ന് പറയുന്നത്. അപ്പോൾ കോടികളോളം പിരിച്ചതിന് ശേഷം 34 ലക്ഷം രൂപ വീട് നിർമ്മാണത്തിന് ചെലവായി എന്നാണ് അവതരിപ്പിച്ച കണക്ക്. അപ്പോൾ ചെക്ക് പരിശോധിച്ചപ്പോൾ 29.4 ലക്ഷം കോൺട്രാക്ടറുടെ അക്കൗണ്ടിലേക്ക് പോയിരിക്കുന്നു. 5 ലക്ഷം അന്നത്തെ ഏരിയ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് പോയിരിക്കുന്നു. പക്ഷേ അത് വിഡ്രോ ചെയ്തു പോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു ഇനവും പറയാതെ വേറെയും 2 ലക്ഷത്തിൻ്റെ ചെലവ് കാണിക്കുകയാണ്. ആ ചെക്ക് ഏരിയ സെക്രട്ടറിയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് മാറ്റി. അപ്പോൾ അതുകൂടാതെ സഹകരണ ജീവനക്കാർ ഒരു മാസത്തെ ശമ്പളം ഈ പാർട്ടിയുടെ ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടി പിരിച്ചു നൽകിയിരുന്നു. ആ പണവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ 70 ലക്ഷം അത് വരവിലേ ഇല്ല എന്നുള്ളതാണ്. അതിൽ വരവിൽ ആക്കാതെയാണ് കെട്ടിട നിർമ്മാണത്തിന് തുക മാറ്റിയിരിക്കുന്നത്. എന്നിട്ട് ധനരാജ് ഫണ്ടിൽ നിന്നും അതിൽ പണം തികയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ധനരാജ് ഫണ്ടിൽ നിന്ന് പണം എടുത്തു എന്ന് അറിയിക്കുകയാണ്. അപ്പോൾ അത് പിന്നീട് അതിൻ്റെ നിർമ്മാണ ചെലവ് 46 ലക്ഷം എന്ന് പിന്നീട് മാറ്റി പറയുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇത് പാർട്ടി തന്നെ അദ്ദേഹത്തെ പരിശോധിക്കാൻ ഏൽപ്പിച്ചതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുഞ്ഞികൃഷ്ണനെ അതിൻ്റെ ഓഡിറ്ററായി നിയമിച്ചുകൊണ്ട് ഈ കണക്കുകൾ പരിശോധിക്കാൻ ഏൽപ്പിക്കുന്നു. ആ കണക്കുകൾ പരിശോധിച്ചപ്പോൾ അദ്ദേഹം വ്യാജ രസീതുകളടക്കം കണ്ടെത്തുകയാണ്. രണ്ട് കേസാണ്. ഇത് 2021 വ്യാജ രസീതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ടല്ല. ശരി, ഇതുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന് വെട്ടിപ്പ് മനസ്സിലായിട്ടുണ്ട്. ഇതെല്ലാ വിവരങ്ങളും അദ്ദേഹം ഒരുമിച്ച് പാർട്ടി സെക്രട്ടറി അടക്കം അറിയിക്കുന്നു. അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ അറിയിക്കുന്നു. പാർട്ടി പരിശോധിക്കും എന്ന് മാത്രം അദ്ദേഹം പറയുന്നു. മുഖ്യമന്ത്രിക്കും ഇദ്ദേഹം കാര്യങ്ങൾ അറിയാമെന്ന് പറയുന്നു. പാർട്ടി അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് പരിശോധിക്കാമെന്ന് പറയുമ്പോഴും അത് അവിടെ പരിശോധിക്കപ്പെടുന്നില്ല എന്നിടത്ത് അന്ന് തന്നെ പാർട്ടിയോട് തനിക്കുള്ള എതിരഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് അന്ന് അദ്ദേഹം ഏരിയ സെക്രട്ടറിയാണ്. അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിൽ 8 മാസത്തോളം മാറി നിൽക്കുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹത്തെ അനുനയിപ്പിച്ചുകൊണ്ട് തിരിച്ചെത്തിക്കുന്നു. അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുക്കുന്നു. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഇപ്പോൾ പാർട്ടി സെക്രട്ടറി വിശദീകരിക്കുന്നതാണ് നടപടി എടുക്കേണ്ട കാര്യങ്ങൾ നടപടി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തിനാണ് നടപടിയെടുത്തത്? ഈ ഫണ്ടിന്റെ കാര്യങ്ങൾ അറിയിക്കുന്നതിൽ അല്ലെങ്കിൽ അതിന്റെ കണക്കുകൾ ബോധിപ്പിക്കുന്നതിൽ സമയമെടുത്തു എന്ന കാരണം പറഞ്ഞിട്ടാണ് നടപടിയെടുത്തു എന്ന് പറയുന്നത്. സമയമെടുക്കുകയല്ല, കണക്കിൽ വെട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് ഗുരുതരമായ കണ്ടെത്തൽ എന്നാണ് കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. ആ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും എടുത്തിട്ടില്ല. ഇനി ഈ പറഞ്ഞ ഫണ്ട് പിരിവിലൊന്നും ഒരു പങ്കാളികളുമല്ലാത്ത ആളുകൾക്കെതിരെ കൂടി നടപടിയെടുത്തിട്ടുണ്ട്. അത് മറ്റ് ചില വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഈ വിഷയം പറഞ്ഞുകൊണ്ട് ഒരു നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് മുന്നിലുള്ള കാര്യം. അപ്പോൾ ഇതാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ പലതവണയായി അത് പാർട്ടിക്കകത്ത് പറഞ്ഞു. എന്നിട്ടും അതിൽ നടപടി ഉണ്ടാകാതിരുന്നത് കൊണ്ടാണ് അദ്ദേഹം പുറത്തു പറയാൻ തീരുമാനിച്ചതെന്നാണ് പറയുന്നത്. ഇനി 2021 നടന്ന സംഭവം, അതിനുശേഷം മധുസൂദൻ MLA ആവുകയാണ്. അപ്പോൾ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വരുന്നു. ഇനി 2026 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടല്ലല്ലോ പറയേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്ന ന്യായം. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊരു വിഷയം തന്നെയാണ്. മധുസൂദനെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള ആലോചനകൾ പാർട്ടി നടത്തുന്നു എന്ന വാർത്തകൾക്കിടെയാണ് ഒരുപക്ഷേ അത് തടയുക എന്ന ഉദ്ദേശം അദ്ദേഹത്തിനുണ്ടാകാം. അതൊരു ദുരുദ്ദേശമായി ഞാൻ കാണുന്നില്ല. പാർട്ടി ഇനിയും ഒരു പാളിച്ചയിലേക്ക് പോകരുത് എന്നൊരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് അദ്ദേഹം പറഞ്ഞത്. പാർട്ടിക്കകത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹം അത് പുറത്തേക്ക് പറയാൻ തയ്യാറായിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തെ കോടാലി എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇതൊക്കെ സ്ഥിരമായി പാർട്ടിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ എടുക്കുന്ന നടപടിയാണ്. ഇനിയിപ്പോൾ ഒരു കമ്മീഷനെ എപ്പോഴും ഒരു കമ്മീഷൻ രൂപീകരിക്കും. ആ കമ്മീഷന്റെ പ്രവർത്തനം എന്തായിരിക്കും? കമ്മീഷൻ എപ്പോഴും പാർട്ടിക്ക് അനുകൂലമായി അല്ലെങ്കിൽ ആരാണോ ആരോപണം ഉന്നയിച്ചത് ആ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഘട്ടങ്ങളിലും കമ്മീഷൻ പ്രവർത്തിച്ചിട്ടുള്ളത്. നമ്മുടെ മുന്നിൽ വേറെയും ഒരുപാട് അനുഭവങ്ങളുണ്ട്. വേറെ നേതാക്കളുടെ അനുഭവങ്ങളുണ്ടല്ലോ. ഇപ്പോൾ AK ബാലൻ വിഭാഗീയ പ്രവർത്തനം
നടത്തുമെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു NN കൃഷ്ണദാസ്. അന്ന് എന്ത് ചെയ്തു? കൃഷ്ണദാസിനെ ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയാണ് ചെയ്തത്. അത് 2006 സംഭവമാണ്. എന്നിട്ട് അതിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ AK ബാലന്റെ ഫോൺ ചോർത്തി എന്നൊരു ആരോപണമാണ് അതിന് മറുപടിയായി പറഞ്ഞത്. ഇനി ദേശാഭിമാനിലെ തിരുവനന്തപുരം യൂണിറ്റിലെ മാനേജർക്കെതിരെ ലൈംഗിക പരാതി കൈമാറിയ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെയും നടപടി ഉണ്ടായിട്ടുണ്ട്. ആരോപണ വിധിനെ അന്ന് തൊട്ടുപോലുമില്ല. ഇനി ഈ പറയുന്ന CKP പത്മനാഭന്റെ കാര്യമുണ്ടല്ലോ, CKP പത്മനാഭൻ P ശശിക്കെതിരെ മകൾക്കെതിരെ മോശം പെരുമാറ്റം നടത്തി എന്ന് പറഞ്ഞതിൽ പരാതിപ്പെടുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തെ ഈ പറഞ്ഞ സാമ്പത്തിക ക്രമക്കേട് എന്ന ആരോപണം, അത് ഈ പറയുന്ന തുകയൊന്നുമല്ല കേട്ടോ, ഈ കോടികളൊന്നുമില്ല, സാമ്പത്തിക ക്രമക്കേട് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ കർഷക സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നീക്കി. പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. ഇതൊക്കെയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുക. അന്ന് P ശശിക്കെതിരെ നടപടിയുണ്ടായല്ലോ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണല്ലോ. പിന്നീട് അദ്ദേഹം വളരെ പെട്ടെന്ന് ഇപ്പോൾ ഏത് അവസ്ഥയിൽ ഏത് പൊസിഷനിൽ എത്തി നിൽക്കുന്നു നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്നത്. പാലക്കാട് PK ശശിയുമായി ബന്ധപ്പെട്ട് ലൈംഗിക പരാതി വന്നപ്പോൾ എടുത്ത നിലപാട് നമുക്കറിയാം. അന്ന് ആരോപണം ഉന്നയിച്ച യുവതിയടക്കം ഭീഷണി നേരിടുകയും ആ DYFI നേതാക്കൾ മുഴുവൻ ഒതുക്കപ്പെട്ട സംഭവം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതിനൊക്കെ തന്നെയും വിഭാഗീയത, പാർട്ടിയിലെ വിഭാഗീയത എന്നൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഈ നടപടികളിലേക്ക് പോകുക. ഇതാണ് നമ്മുടെ മുന്നിലുള്ള കാരണം. ഇപ്പോൾ വേറെയും ഫണ്ട് തിരിമറികളുടെ വാർത്തകൾ P ബിജുവുമായും ബന്ധപ്പെട്ട്, P ബിജുവിനൊക്കെ നമുക്കറിയാലോ, ഒരുപാട് നമ്മുടെ ചർച്ചകളിലൊക്കെ പങ്കെടുത്തിൽ P ബിജു അകാലത്തിൽ മരണമടഞ്ഞാണ്. P ബിജുവിന്റെ പേരിൽ പിരിച്ച ഫണ്ട്, അഭിമന്യുവുമായി ബന്ധപ്പെട്ട ഫണ്ട്, ഇതിലൊക്കെ തന്നെയും ക്രമക്കേടുകൾ എന്ന ആരോപണം വരുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പാർട്ടി പരിശോധിക്കുന്നത്? ഇന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നത് പാർട്ടി കാര്യമാണെന്ന്. അങ്ങനെയാണോ? ഇത് വെറും പാർട്ടി കാര്യം തന്നെയാണോ? ഇതിൽ MLAക്കെതിരെയാണ്, ജനപ്രതിനിധിക്കെതിരെയാണ് പ്രധാനമായും ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി അത് അങ്ങനെയല്ല എങ്കിൽ കൂടി തന്നെയും സാധാരണക്കാരായ ജനങ്ങൾ പിരിച്ചെടുത്ത് നൽകിയിരിക്കുന്ന പണമാണ്. ആ പണമൊക്കെ എവിടെ പോകുന്നു എന്നൊരു ചോദ്യം ഉന്നയിക്കപ്പെടുമ്പോൾ ഞങ്ങൾ പാർട്ടിക്കുള്ളിൽ പരിശോധിച്ചോളാം, ഞങ്ങളുടെ പാർട്ടി കാര്യം എന്ന രൂപത്തിൽ പറയുന്ന മറുപടി എത്രത്തോളം സുതാര്യമായ മറുപടിയാണ്? അതുകൂടാതെ ഈ പറഞ്ഞ ഭീഷണി പ്രസംഗങ്ങൾ ചില നേതാക്കൾ നടത്തുന്നു, പ്രകടനങ്ങൾ നടത്തുന്നു, പലയിടത്തും പോസ്റ്ററുകൾ പതിക്കുന്നു. ഇതൊക്കെയാണ് ഒരു വശത്ത് നടക്കുന്നത്. വൃദ്ധനായ ഒരു പഴയകാല നേതാവാണ്, അദ്ദേഹത്തിന് 70 വയസ്സ് കഴിഞ്ഞു, 74 വയസ്സായി. ഇനിയും അദ്ദേഹം പറഞ്ഞ ഒരു പാർട്ടിയിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നും അദ്ദേഹത്തിൽ നിന്നും കാണാൻ നമുക്ക് പറ്റില്ല. അദ്ദേഹം മറ്റു പാർട്ടിയിലേക്ക് പോയി ഒരു വിസ്മയമാകാനൊന്നും പോകുന്നില്ല. അദ്ദേഹം പാർട്ടിയിൽ തന്നെയുള്ള വിഷയത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. ഒരു വിഷയത്തെ എങ്ങനെ പാർട്ടി അഡ്രസ്സ് ചെയ്യുന്നു, എങ്ങനെയൊക്കെയാണ് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ചാത്തുണ്ണി മാസ്റ്റർ അടക്കം ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹത്തെയും സാമ്പത്തിക ക്രമക്കേടൊക്കെ ആരോപിച്ചിട്ടാണ് അദ്ദേഹത്തെ പുറത്താക്കിയിരുന്നത്. അപ്പോൾ ഇതൊക്കെ പല കാലങ്ങളായി വരുന്ന കാര്യമാണ്. അദ്ദേഹത്തെ കോടാലിക്കൈ എന്ന് വിളിക്കുന്നു. ഇതൊക്കെ പതിവ് പ്രയോഗങ്ങൾ കൂടിയാണ്. ഈ പ്രയോഗങ്ങൾക്ക് പോലും മാറ്റമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പയ്യന്നൂരിലും പാർട്ടിക്ക് പാളി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പയ്യന്നൂരിൽ മാത്രമല്ല, പയ്യന്നൂരിലും പാർട്ടിക്ക് പാളിയിരിക്കുന്നു. ഈ പറയുന്ന പ്രശ്നങ്ങളുടെയൊക്കെ ഒരു പ്രതിഫലനം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമോ എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ് പയ്യന്നൂരിൽ. അവിടെ നിന്നാണ് ഇത്രയും ഗുരുതരമായ ആരോപണം ഉയർന്നത്. അത് തുറന്ന മനസ്സോടുകൂടി സുതാര്യമായി പരിശോധിക്കാൻ പാർട്ടി തയ്യാറാകാതെ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന നടപടിയാണ് ഈ ഘട്ടം വരെ എടുത്തിരിക്കുന്നത്. നാളെ ഇനി KK രാഗേഷ് ഇതിൽ വാർത്താസമ്മേളനം നടത്തുമ്പോൾ കൂടുതൽ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ വരുമോ, കുഞ്ഞികൃഷ്ണനെതിരെ വരുമോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. പയ്യന്നൂരിൽ പാളിയോ എന്നാണ് ചോദ്യം. ജിമ്മി, പണ്ട് 1953 ഒരു കഥ വെച്ച് തുടങ്ങാണ്. നികിത ക്രൂഷ്ചേവ് റഷ്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലവനായി വന്നതിന് ശേഷമാണ് സ്റ്റാലിൻ കാലത്തെ ഏറ്റവും വലിയ മനുഷ്യക്കുരുതികളെക്കുറിച്ചും ഗുലാലികളെക്കുറിച്ചും ഒക്കെ പുറം ലോകം അറിയുന്നത്. 20ാം പാർട്ടി കോൺഗ്രസിൽ സ്റ്റാലിൻ്റെ വ്യക്തിപൂജയെക്കുറിച്ചും സ്റ്റാലിനെ എങ്ങനെയാണ് ഒരു ബിംബമാക്കി മാറ്റിയതിനെക്കുറിച്ചൊക്കെയുള്ള നികിത ക്രൂഷ്ചേവിൻ്റെ പ്രശസ്തമായ പ്രസംഗമുണ്ട്. ആ പ്രസംഗം കഴിയുമ്പോഴോ പ്രസംഗം നടക്കുമ്പോഴോ സദസ്സിൽ നിന്ന് ഒരാൾ ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു എന്നൊരു ചോദ്യം വരുന്നു. അപ്പോൾ നികിത ക്രൂഷ്ചേവ് ചോദിക്കുന്നു, ആരാണെന്ന് ചോദിച്ചത്? ആരും മിണ്ടുന്നില്ല, ആരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല. അപ്പോൾ നികിത ക്രൂഷ്ചേവിൻ്റെ മറുപടി, ഇത് തന്നെയായിരുന്നു സ്റ്റാലിൻ്റെ കാലത്ത് എൻ്റെയും സ്ഥിതി. ഇതാണ് നികിത ക്രൂഷ്ചേവിൻ്റെ മറുപടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ ഇരുമ്പ് മറയുള്ള കേന്ദ്രീകൃത ജനാധിപത്യമുള്ള ഒരു കമ്മിറ്റിയിലെ എല്ലാവരും ഒരു അഭിപ്രായം പറഞ്ഞാലും മേൽ കമ്മിറ്റിക്ക് തീരുമാനം നടപ്പാക്കാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറിൽ വളരെ വലിയ ബുദ്ധിമുട്ടാണ് പല കാര്യങ്ങളിലും ശരിയായ രീതിയിലേക്ക് തീരുമാനങ്ങൾ എടുക്കാൻ. അത് നികിത ക്രൂഷ്ചേവിൻ്റെ മാത്രമല്ല, റഷ്യയുടെ മാത്രമല്ല, ഇന്ത്യയിലെയും ലോകത്ത് പലയിടത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഇതുവരെയുള്ള കഥകൾ നമുക്കറിയാം. പക്ഷേ അപ്പോഴാണ് കേരളത്തിൽ തന്നെ ഏറ്റവും ശക്തമായി പാർട്ടിക്ക് വേദിയുള്ള കണ്ണൂരിലെ ഏറ്റവും പാർട്ടി ദുർഗമായ പയ്യന്നൂരിലെ ഒരു ഏരിയ സെക്രട്ടറി, 74 വയസ്സ് പ്രായം, ആ മനുഷ്യൻ പരസ്യമായി പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുകയാണ്. ഇന്ന് അദ്ദേഹം ഉയർത്തിവിട്ട ആരോപണങ്ങളെല്ലാം പല രീതിയിൽ പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ വന്നതാണ് എത്രയോ കാലമായി. പക്ഷെ അദ്ദേഹം ഇന്ന് വളരെ ക്ലാരിറ്റിയോടുകൂടി ഞാൻ പറഞ്ഞിരുന്നത് പാർട്ടിക്ക് അകത്ത് നടത്തിയ ഫൈറ്റ് എന്തിൻ്റെ പേരിലായിരുന്നു അത് മുഴുവൻ വിശദമായി പറയുകയാണ്. പാർട്ടിയെ ഞാൻ പേടിക്കുന്നില്ല, ഉയിര് കയ്യിൽ പിടിച്ച് ഒരു തരത്തിലുള്ള സംരക്ഷണവും
എനിക്ക് വേണ്ട, കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ മാധ്യമ ശ്രദ്ധയും ഒപ്പം രക്തസാക്ഷിയുടെ ഫണ്ട് കട്ടു എന്ന ഒരു വൈകാരിക പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇത്രയും വലിയ ജനശ്രദ്ധ ഇതിന് കിട്ടിയതെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ CPM നേതാക്കൾ ഇതിന് മറുപടി കൊടുത്തത് ഒരു തെളിവുമില്ലാതെ പണ്ടേ പൊളിഞ്ഞുപോയ ആരോപണം, തെളിവുകളില്ലെന്ന് ഇദ്ദേഹം കമ്മിറ്റിക്കുള്ളിൽ തന്നെ സമ്മതിച്ച ഒരു കാര്യം, വി കുഞ്ഞികൃഷ്ണൻ തെളിവില്ലാന്ന് സമ്മതിച്ച് പിന്മാറിപ്പോയ ഒരു കാര്യം, അങ്ങനെ കമ്മിറ്റി തീരുമാനിച്ച ശേഷം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതെന്തിനു പറയുന്നുവെന്ന് ഇന്ന് നേതാക്കൾ പറഞ്ഞു, നാളെയും ഇത് തന്നെ നേതാക്കൾ പറയും, നാളെ കമ്മിറ്റിയാണ്. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട TV രാജേഷ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഉണ്ട്. എനിക്ക് സംശയം, തെളിവുകളില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ തെളിവുകളായിട്ട് വേറെ ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറയാം. 2021 പാർട്ടി തെരഞ്ഞെടുപ്പ് ഫണ്ടിനുമായി ബന്ധപ്പെട്ട് 6 രസീത് കുറ്റികൾ അടിക്കുന്നു. 25 ലീഫ് വീതമുള്ള 6 രസീത് കുറ്റികൾ. പക്ഷേ കണക്ക് വരുമ്പോൾ 2 രസീത് കുറ്റിയേ വരുന്നുള്ളൂ. ഒരാളെ ഏൽപ്പിച്ചതിലാണ് പറയുന്നത്. 2 രസീത് കുറ്റിയേ വരുന്നുള്ളൂ, ബാക്കി 4 വരുന്നില്ല. അത് ഇതെവിടെ പോയെന്ന് ചോദ്യം വരികയും ഒരു തവണ ഈ കണക്ക് പാസ്സാക്കാതിരിക്കുകയും ചെയ്തതിന് ശേഷം ആ രസീത് കുറ്റികൾ തിരിച്ചെത്തുന്നു. ഉണ്ണികൃഷ്ണൻ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അത് തിരിച്ചു വരുന്നു. ശരി, അതല്ല. പക്ഷേ അപ്പോൾ അദ്ദേഹം കണ്ടുപിടിക്കുന്നു 2 രസീത് കുറ്റികളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഇടതു എന്നാണ് എഴുതിയിരിക്കുന്നത്, മറ്റതിൽ ഇടത്ത്, തായ്ക്ക് മോള് ചന്ദ്രക്കല. ഈ 2 രസീത് കുറ്റികളും ഇതിനോടകം പുറത്തു വന്നതാണ്. അപ്പോൾ ഇതെന്താ നേതാക്കളെ, തെളിവല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2 രസീത് കുറ്റികൾ ഉണ്ടായി എന്ന് പറയുന്നു. അതിന് തെളിവുണ്ട്, അത് പുറത്തു വന്നിട്ടുണ്ട്. അത് കളവാണെങ്കിൽ തട്ടിപ്പിന് കേസ് കൊടുക്കണം, അത് കൊടുത്തിട്ടില്ല. മറ്റൊന്ന്, ഈ രസീത് കുറ്റികളിൽ അപ്പോൾ 2 എണ്ണത്തിന് 2 കുറ്റികൾ, ഒരെണ്ണം ഒരേ രീതിയിൽ, ബാക്കി 4 വേറെ രീതിയിൽ. ഇത് കൊണ്ടുപോയത് പയ്യന്നൂരിൽ മത്സരിച്ച TI മധുസൂദനാണ് കൊണ്ടുപോയത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ വീഴ്ച ഉണ്ടായതെന്ന് പറയുന്നു. അതും കമ്മിറ്റിക്കകത്ത് അംഗീകരിക്കപ്പെട്ടതാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ എന്നാൽ 2 രസീത് കുറ്റിയുണ്ട്, അത് പരസ്യമായ തെളിവ് തന്നെയാണ്. ഇതെവിടെ പോയി ഈ പണം എന്ന് മാത്രമല്ല, പാർട്ടിയും അംഗീകരിച്ച കണക്കനുസരിച്ച് ഒരു രസീത് കുറ്റിയിൽ 20 പേർക്ക് ഈ പൈസ ഈ രസീത് കൊടുത്തിട്ടുള്ളൂ, അതായത് പിരിവെടുത്തിട്ടുള്ളൂ. 23 ലക്ഷം രൂപ പിരിച്ചിട്ടുണ്ട്. ഒരാളുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ. അതെന്ത് പിരിവാണ് എന്നുള്ളതാണ്. ഇത് ആരോപണമൊന്നുമല്ല കേട്ടോ, സമ്മതിച്ച കാര്യമാണ്. ഒരു MLA പിരിക്കുകയാണ്, MLAക്ക് ഒരു രസീത് കുറ്റിയിൽ മിനിമം 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പിരിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ പോക്ക് എന്താണെന്നുള്ളത് വേറെ രീതിയിൽ ചർച്ച ചെയ്യുമ്പോൾ പറയേണ്ട ഒരു കാര്യം. പക്ഷേ 25 രസീത് കുറ്റികളെ ഉള്ളെങ്കിലും 20 എണ്ണമേ പിരിച്ചിട്ടുള്ളെങ്കിലും പുറത്ത് ആളുകളുടെ കയ്യിൽ നിന്ന് ഇദ്ദേഹം കുഞ്ഞികൃഷ്ണൻ കണ്ടുപിടിച്ചു 27-ാം നമ്പർ റെസീറ്റും 28-ാം നമ്പർ റെസീറ്റുമുണ്ട്. അതായത് 25 രസീത് കുറ്റികളെ ഉള്ളൂ, 20 എണ്ണമേ കൊടുത്തുള്ളൂ. പക്ഷേ ഇതാ പുറത്ത് വേറൊരാളുടെ കയ്യിൽ 27-ാം നമ്പറും 28-ാം നമ്പറും ഉണ്ട്. അതും തെളിവായി വന്നു. അപ്പോൾ ഇതൊന്നും തെളിവല്ലേ? അതോ പാർട്ടി അത് കണ്ടില്ലേ? ഈ വിഷയത്തിൽ എന്താണ് പാർട്ടിക്കുള്ള സമാധാനം? ഇന്ന് തെളിവുകളൊന്നുമില്ലെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഡൊമൈനിലുള്ള കാര്യമാണ് ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങളിൽ നിന്ന് മാറിപ്പോവുകയാണ്. ഇതിൻ്റെ തുടക്കം എവിടെ നിന്നാണ്? ഈ പറയുന്ന 2021 ആണെങ്കിൽ 2017 ധൻരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പാർട്ടിയുടെ ശക്തിദുർഗമായ പയ്യന്നൂരിൽ രാത്രി 10-നും 10:30-ക്കും ഇടയ്ക്ക് വീട്ടിൽ കയറിയാണ് ധൻരാജ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ DYFയുടെ നേതാവിനെ വെട്ടിക്കൊല്ലുന്നത്. ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വളരെ വൈകാരികമായ ഒരു തിരിച്ചടിയൊക്കെ ഉണ്ടാകുന്നു. 1 കോടിക്ക് മുകളിൽ അന്ന് ധൻരാജ് ഫണ്ടുമായി ബന്ധപ്പെട്ട പിരിവ് നടന്നു. അതിൻ്റെ കണക്കിങ്ങനെയാണ്: 1,57,000 രൂപ പിരിച്ചു. ഈ തുകയുടെ പലിശ 3,84,000. ആകെ 1,04,00,000 രൂപ വന്നിട്ടുണ്ട്. 1,04,00,000 വീട് പണി, കുടുംബത്തിൻ്റെ കടം, അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കുടുംബത്തിലുള്ള സഹായ നിധി, ഇതെല്ലാം ചേർന്ന് 57 ലക്ഷം രൂപയെ ചിലവായിട്ടുള്ളൂ. ആ വീട് പണിയുടെ ചില കുഴപ്പങ്ങളാണ് നേരത്തെ സ്മൃതി പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എത്ര ശ്രമദാനം ഉണ്ടായിരുന്നു പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്ന്. പക്ഷേ 34 ലക്ഷം രൂപ അതിന് തന്നെ ആയി എന്ന് പറയുന്നു. അതൊക്കെ പോട്ടെ. പക്ഷേ അപ്പോൾ 57 ലക്ഷം രൂപ മാത്രമേ ചിലവായെങ്കിൽ ബാക്കി 46 ലക്ഷം രൂപ കാണണമല്ലോ. 26,000 രൂപയെ ബാക്കിയുള്ളൂ. ഈ ബാക്കിയുള്ള 46 ലക്ഷത്തിൽ മറ്റ് അല്ലറ ചില്ലറ 40 ലക്ഷം രൂപയെങ്കിലും കാണാനുണ്ട്. ഇതെവിടെ പോയി? അപ്പോൾ അന്ന് പാർട്ടി എല്ലാവരോടും പറഞ്ഞത് അതിൽ 40 ലക്ഷം രൂപ ഏരിയ കമ്മിറ്റി കെട്ടിടത്തിന് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഏരിയ കമ്മിറ്റിയുടെ കണക്ക് ഇദ്ദേഹത്തെയാണ് പാർട്ടി അന്വേഷിക്കാൻ ഏൽപ്പിച്ചതിൻ്റെ ഓഡിറ്റ് നടത്താൻ തീരുമാനിച്ചത്. അദ്ദേഹം കണക്കെടുക്കുന്നു. 4,63 ലക്ഷം രൂപ ആണ് ആകെ ഈ കെട്ടിട നിർമ്മാണത്തിനുള്ള വരവ്. അതിൽ 1,03,03,000 രൂപ ഭൂമിക്ക്, കെട്ടിടത്തിന് 2 കോടി, അങ്ങനെ എല്ലാം ചേർന്ന് 4,57,00,000 രൂപ ചിലവായി. 4,63,00,000 വരവ്, 4,57,00,000 രൂപ ചിലവ്, 8 ലക്ഷം രൂപ ബാക്കി വരണം. അപ്പോൾ ഈ 40 ലക്ഷം രൂപ ധൻരാജ് ഫണ്ടിൽ നിന്ന് എടുത്തതോ അതെവിടെ പോയി? ഇവിടെയാണ് പ്രശ്നം. ഇതാണ് ഈ മനുഷ്യൻ ചോദിക്കുന്നത്. അപ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം,
പ്രധാനപ്പെട്ട ന്യായം അതെല്ലാം പാർട്ടി കമ്മിറ്റിയിൽ വന്നപ്പോൾ തെളിവില്ല എന്ന് പറഞ്ഞ് ആവിയായിപ്പോയി. അദ്ദേഹം സമ്മതിച്ചാണെന്ന് പറഞ്ഞത്. അപ്പോൾ രസീത് കുറ്റികളോ ഈ കണക്കിൻ്റെ ഓർഡറോ ഇതെല്ലാം തെറ്റാണോ? ഇവിടെയാണ് ഒരു ചെറിയ കൗശലം പാർട്ടി നേതാക്കൾ പ്രയോഗിച്ചത്. സത്യത്തിൽ ഇത് കൂടാതെ വേറെ 2 ആരോപണങ്ങൾ കൂടി ഇദ്ദേഹം ഉന്നയിച്ചിരുന്നു. ആ ആരോപണങ്ങൾ, ഒന്ന്, ജാവദേക്കർ EP ജയരാജനെ കാണാൻ വന്നത്, അതിനകത്ത് എന്തോ വലിയ ബന്ധമുണ്ടെന്ന് കഥയുണ്ട്, അത് അന്വേഷിക്കണം, പാർട്ടി കമ്മിറ്റിയിൽ അദ്ദേഹം ഉന്നയിച്ചതാണ്. മറ്റൊന്ന്, ഇപ്പോഴും ആർക്കും ഉപയോഗിക്കാൻ പറ്റാതെ പയ്യന്നൂരിലെ സഹകരണ ബാങ്ക് വാങ്ങിച്ച, ഒരു കാരണവശാലും മറ്റ് പണിക്കൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ചതുപ്പ് ഭൂമി, അതിനേതാണ്ട് 1 കോടി രൂപയ്ക്ക് മുകളിൽ ചിലവായ, ക്ഷമിക്കണം, 1 കോടിയല്ല 19 കോടിക്ക് രൂപ മുകളിൽ, 19 കോടി 20 ലക്ഷം രൂപയ്ക്ക് ചിലവാക്കി വാങ്ങിച്ച ഒരു ഭൂമിയുണ്ട്. ഈ ഭൂമി വാങ്ങിച്ചതിന് പിന്നിൽ ഇപ്പോഴത്തെ MLA TI മധുസൂദന് പങ്കുണ്ട്. ഇതും കമ്മിറ്റി വെച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് എനിക്ക് പാർട്ടി ഘടകത്തിൽ എനിക്ക് പരാതി ഉന്നയിക്കാനേ പറ്റൂ, കമ്മിറ്റി വെച്ചാൽ ഞാനിവിടെ തെളിവ് തരാനാ, ഇതൊക്കെയാണ് കാര്യം, പാർട്ടി അന്വേഷിക്കണം, ഞാൻ തെളിവ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവസാനം കമ്മിറ്റി വന്നു, വേറെ ആരും ഒന്നും മിണ്ടിയില്ല, ക്രൂഷേവിനെ ഓർക്കുക. എന്നിട്ട് അവിടെ വന്നപ്പോൾ എനിക്ക് തെളിവൊന്നുമില്ല, അത് അവസാനിച്ചു. ആ അന്വേഷണ കമ്മീഷനിൽ മധുസൂദൻ്റെ കാര്യത്തിലൊന്നും തെളിവില്ല എന്ന് പറഞ്ഞതിനെയാണ് ഒരു തെളിവുമില്ല ഈ ആരോപണങ്ങൾ. ഏതിനാ? രസീത് കുറ്റിയുടെ കാര്യത്തിൽ, രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റിയതിൽ, പാർട്ടി കെട്ടിടം പണിതതിലുള്ള ബാക്കി പണത്തിൻ്റെ കാര്യത്തിൽ, ഇതിലെല്ലാം തെളിവില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത്. നോക്കണേ എന്ത് രസകരമായിട്ടാണ് ട്വിസ്റ്റ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു, ഞാൻ കോടിയേരി ബാലകൃഷ്ണനെ ഈ വിഷയം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പോൾ പറയാണ്, മരിച്ചുപോയ കോടിയേരി ബാലകൃഷ്ണനെ പോലും അപമാനിക്കുന്നു. ഇങ്ങനെ വൈകാരികത ഉണ്ടാക്കിയാണ് ഈ പ്രശ്നത്തിൽ നിന്ന് ഊരാൻ, ഒപ്പം ഒരു നുണയും പറഞ്ഞുകൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ, പാർട്ടിയുടെ പിരിവുകൾക്കെതിരെ എത്ര പരാതികൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ച് പാർട്ടിക്ക് പരാതി കിട്ടിയതല്ലേ, പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ചതല്ലേ, അന്വേഷിച്ചിട്ട് ഒരാൾക്കെതിരെ പോലും ശക്തമായ നടപടിയെടുക്കുക, അത് പോലീസിലേക്ക് റെഫർ ചെയ്യുകയോ ചെയ്യാതിരുന്നതല്ലേ. ഇപ്പോൾ എങ്ങനെയുണ്ട്? ED വന്ന് കയറി ഇറങ്ങുകയാണ്. അതുപോലെയല്ലേ കരുവന്നൂര് ക്രൈംബ്രാഞ്ചാണ് കേസെടുത്തത്. EDയുടെ വര കൂടെ ഉണ്ട്. അല്ല, നിയമത്തിൽ ക്രൈംബ്രാഞ്ച് കേസ് എടുത്തിട്ടാണ് ED വന്നത്. അല്ല, ED ഉണ്ടെന്നാ പറയാം. ഇപ്പൊ ED ഉണ്ടെന്നാ പറയാം. കേസെടുത്തത് കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് അല്ല, പരാതിയുണ്ട്, പോലീസാ. അതല്ല പറഞ്ഞത്. ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് റെഫർ ചെയ്യണ്ടേ? അങ്ങനെ പോലീസ് റെഫർ ഒരു ക്രൈം അല്ലേ? പാർട്ടിക്ക് റിപ്പോർട്ട് ചെയ്യുന്നു, പാർട്ടി അത് പോലീസിന് റിപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് പോലീസിന് റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെയാണ് കേസ് എടുക്കുന്നത്. കേരള പോലീസിലെ കേസ് എടുക്കുന്നത്. കേരള പോലീസ് എങ്ങനെയാണ് കേസ് എടുക്കുന്നത്? പൈസ കിട്ടാത്ത ആളുകൾ പരാതി കൊടുത്തോട്ടെ. ആ കേസ് എടുത്തിരിക്കുന്നത് ഈ പറയുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. ഏത് പരാതിയുടെ? ഈ പരാതി ആരാ കൊടുത്തിരിക്കുന്നത്? പാർട്ടി അംഗങ്ങളാണ്. പൈസ ഞാൻ ചോദിക്കട്ടെ, പാർട്ടി ED ആണോ ക്രൈംബ്രാഞ്ച് ആണോ കരുവന്നൂർ ആദ്യം വന്നത്? ക്രൈംബ്രാഞ്ച്. അത്രേ ഉള്ളൂ. അങ്ങനെയല്ല, പോലീസിൽ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലല്ലേ? പോലീസിൽ ആരാ പരാതി? പാർട്ടി അംഗങ്ങളായ കരുവന്നൂരിൽ. അതെന്നെ പോലീസിൽ കൊടുത്ത പരാതിയാണല്ലോ, പാർട്ടി കൈമാറിയതല്ലാന്ന്. പാർട്ടികളെ പരാതി കൈമാറി കമ്മീഷൻ കൊടുത്താൽ കമ്മീഷൻ ഒരു ക്രൈം നടന്നാൽ പാർട്ടിയകത്ത് പരിശോധിക്കല്ലോ. പാർട്ടി രീതി എനിക്കറിയില്ല. ഒരു നാട്ടിലെ ഞാനില്ല. പരാതി കൊടുക്കുന്നത്, നിങ്ങൾ പാർട്ടിയിലെ അംഗം ഒരു പരാതി കൊടുത്താൽ ആ അംഗത്തിന്റെ പരാതി പാർട്ടി പരിശോധിച്ച് ആ കമ്മീഷൻ റിപ്പോർട്ട് പാർട്ടിക്കാണ് കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം കേൾക്കൂ, പാർട്ടിയിലെ നേതാക്കളോട് നിങ്ങൾക്ക് പരാതി കൊടുക്കണമെന്നുള്ള അനുവാദം കൊടുക്കും. അതാണ് പാർട്ടിയുടെ രീതി. അതാണ് അവിടെ സംഭവിച്ചത്. ശരി, അപ്പൊ പരാതി കൊടുത്ത ആള് പാർട്ടിയിലുണ്ടോ? അപ്പോ ഏതാ പരാതി കൊടുത്ത് എത്രയോ പേരുണ്ട്? ബാക്കി ഞാൻ പരാതി കൊടുത്ത് കഴിഞ്ഞല്ലോ. ശരി, ഇനി ഞാൻ പറയാം. കേരളത്തിൽ ഒരു സ്ത്രീപീഡന കേസ് വന്നാൽ, കേരളത്തിലൊരു ക്രൈം നടന്നാൽ, ആ ക്രൈമിനെ കുറിച്ച് ആരറിഞ്ഞാലും, ഒരു പൗരനറിഞ്ഞാൽ പോലും അതിലൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് പാർട്ടിയല്ല, ഏത് കോപ്പനായാലും അത് പോലീസിനാണ് റെഫർ ചെയ്യേണ്ടത്. അത് റെഫർ ചെയ്തില്ല എന്ന് മാത്രമല്ല, ആ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 1 വർഷം അനങ്ങാതിരുന്നതിന് ശേഷമാണ് പരാതി പോലീസിലേക്ക് പോയത്. അതുമാത്രമല്ല, നിയമം അതുപോലെ തന്നെയാണ് കാസർഗോഡ്, ബ്രഹ്മഗിരി, ഇവിടെയൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ അന്വേഷണ കമ്മീഷനുകളൊക്കെ ഒരു വഴിക്കുണ്ടാവും. പക്ഷേ അതിനുശേഷം ഒരു തരത്തിലും ഈ കാര്യങ്ങളെ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഈ സഹകരണ ബാങ്കുകളിൽ മുഴുവൻ നമ്മൾ കണ്ടത്. എനിക്കെന്തായാലും ഈ മനുഷ്യൻ്റെ കാര്യത്തിൽ, 74 മനുഷ്യന് യാതൊരു തരത്തിലുള്ള ലാഭമോഹങ്ങളും ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വി കുഞ്ഞികൃഷ്ണൻ്റെ ധൈര്യത്തിനൊപ്പമാണ്. ഇന്നോവ കാറൊന്നും വേണ്ട, ഒരു ഇന്നോവ കാറിൻ്റെ വേഗതയിൽ അതിൻ്റെ കാറ്റ് കിട്ടിയാൽ മറിഞ്ഞു പോകുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ പാർട്ടിക്കെതിരെ നിൽക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ധൈര്യത്തിന് മുന്നിൽ എൻ്റെ റെഡ് സല്യൂട്ട്. ഓക്കെ, നമ്മൾ സാധാരണ പാർട്ടിയെക്കുറിച്ച് പറയുന്നത് അയൺ കർട്ടൻ. ആരാണ് അയൺ കർട്ടൻ എന്ന പ്രയോഗം നടത്തുന്നത്? ഏതെങ്കിലും പാർട്ടി സഖാക്കളാണോ? വിൻസ്റ്റൺ ചർച്ചിൽ സോവിയറ്റ് യൂണിയനെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദപ്രയോഗമാണ് അയൺ കർട്ടൻ. അതിലാണ് ജിമ്മി തുടങ്ങിയത്. അപ്പോൾ തന്നെ ആ കാര്യം വ്യക്തമാണല്ലോ. ഈ അയൺ കർട്ടൻ എന്ന് പറയുന്നത് എന്താ അയൺ കർട്ടൻ? എന്താ അയൺ കർട്ടനും കമ്മ്യൂണിസ്റ്റ് ബന്ധം? എന്താണ് ഗുലാലുകൾ? സ്റ്റാലിനായിരുന്നോ ഈ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സിദ്ധാന്തം കൃത്യമായി നടപ്പിലാക്കുമ്പോൾ ആ സമയത്ത് വന്ന വിമർശനങ്ങളായിരുന്നില്ലേ അത്?
എന്താണ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സിദ്ധാന്തം? ജിമ്മി പറയൂ. ക്രൂഷ്യേവിന്റെ ഡെമോക്രാറ്റിക് സെൻട്രലിസത്തിന്റെ ജനാധിപത്യത്തിന്റെ കാഴ്ച എന്താ? കൊല്ലാമെന്നോ അതാണോ അതാണോ മാർക്സിസ്റ്റ് സെൻട്രലിസം? ക്രൂഷ്യയുടെ പ്രസംഗം അതെ, ഒരു നിമിഷം ഇല്ല. വേറൊന്നും പറയണ്ട. ക്രൂഷ്യയുടെ പ്രസംഗം വായിച്ച് കേൾപ്പിക്കാം. ചർച്ചയാണെങ്കിൽ ഞാൻ തയ്യാറാ. ഒരു നിമിഷം. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സിദ്ധാന്തത്തിന്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ചർച്ചയിൽ ജനാധിപത്യവും പ്രവൃത്തിയിൽ നിങ്ങൾ ഒരൊറ്റക്കെട്ടായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതാണ് പാർട്ടിയുടെ വാൻഗാർഡിസം എന്ന് പറയുന്നത്. ഇതിനെ അന്ന് ആ പാർട്ടിയെ വിമർശിച്ചിരുന്ന, മുതലാളിത്തത്തോട് പങ്കുചേർന്നിരിക്കുന്ന ആളുകൾ വിമർശിച്ച പദപ്രയോഗങ്ങളിൽ ഒന്നാണ് അയൺ കർട്ടൻ എന്നുള്ളത്. ആ അയൺ കർട്ടൻ എന്നുള്ള പദപ്രയോഗം പാർട്ടി ഈ വിമർശനത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അയൺ കർട്ടൻ എന്ന് സൂചിപ്പിച്ചത്. ഇനിയുമുണ്ട് ചില വാക്കുകൾ. നമ്മൾ പാർട്ടിയെക്കുറിച്ച് പറയുമ്പോൾ വളരെ പെട്ടെന്ന് സ്റ്റാലിനെക്കുറിച്ച് പറയുക, ആ സ്റ്റാലിനിസമാണ് നടപ്പിലാക്കുന്നതെന്ന് പറയും. ഇതൊക്കെ വളരെ എളുപ്പം നമുക്ക് പറഞ്ഞ് പാർട്ടിയെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലല്ല, എൻ്റെ അവസരം കഴിഞ്ഞത്. ഒരു നിമിഷം, ഞാൻ മറ്റു പ്രസംഗങ്ങൾ തരാം, മറ്റു ധാരാളം പ്രസംഗങ്ങൾ തരാം, സ്റ്റാലിന്റെ പ്രസംഗങ്ങൾ തരാം. എന്താണ്, എങ്ങനെയാണ് നടപ്പിലാക്കിയത്? ആരാണ്? 40 ലക്ഷം ആളുകൾ മരിച്ചത് എവിടെയാണ്? എങ്ങനെയാണ്? രണ്ടാമത്തെ ഒരു കംബോഡിയയിൽ എത്ര സ്ഥലത്തുണ്ട്? എത്രയോ തവണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കംബോഡിയയിലെ പോൾ പ്ലോട്ടിന്റെ ഒരു നിമിഷം. അല്ലല്ല, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് അഭിമന്യുവിന്റെ കഥ പറഞ്ഞു. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അഭിമന്യുവിന്റെ ഫണ്ട് തട്ടിപ്പ് ആരാ ഉന്നയിച്ചത്? അഭിമന്യുവിന്റെ ഫണ്ട് തട്ടിപ്പ് ഉന്നയിച്ചത് അന്നത്തെ കോൺഗ്രസ്സുകാരായിരുന്നില്ലേ? യഥാർത്ഥത്തിൽ എന്താണ് അഭിമന്യുവിന്റെ ഫണ്ടിൽ 1 രൂപയെങ്കിലും തട്ടിപ്പ് നടത്തിയതായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ? വാസ്തവം എന്തായിരുന്നു? ഇടുക്കിയിൽ പിരിവ് നടന്നു, എറണാകുളത്ത് പിരിവ് നടന്നു. മൊത്തം 4 കോടി രൂപയിലേറെ പിരിച്ചുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടുക്കിയിലെ ഫണ്ടിലെ മുഴുവൻ വീട് വയ്ക്കുന്നതിനും സഹോദരിയുടെ വിവാഹം കഴിക്കുന്നതിനും ആ കുടുംബത്തിനുമായിട്ട് കൊടുത്തില്ലേ? ആ കുടുംബത്തിന് 1 രൂപയുടെ പരാതിയുണ്ട്. ഇടുക്കിയിലെ ഫണ്ട് 100% അങ്ങനെയല്ലേ ചിലവഴിച്ചത്? എറണാകുളത്ത് നിന്ന് പിരിച്ച 2.25 കോടി ഫെഡറൽ ബാങ്കിൽ കിടപ്പില്ലേ? അത് സ്മാരകത്തിന് വേണ്ടി നിർമ്മിക്കാനും ബാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടല്ലേ? അതിൽ സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി 1 രൂപ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഫണ്ടിലേക്ക് മാറ്റിയോ? എന്നിട്ട് ഈ പച്ചക്കള്ളം പറയുകയല്ലേ അഭിമന്യുവിൻ്റെ ഫണ്ട് തട്ടിപ്പ് നടന്നുവെന്ന്? ഞാനിത് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ, ഇവിടെ വിമർശനം ഉയർന്നതുകൊണ്ട്. ഇനി ഈ വിഷയത്തിലേക്ക് വരാം. ഞാൻ കുഞ്ഞികൃഷ്ണനെ തള്ളിക്കളയില്ല. കാരണം അരനൂറ്റാണ്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു സഖാവ് എന്ന നിലയിൽ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ പാർട്ടി വളരെ ഗൗരവത്തോടെ കേൾക്കേണ്ടിയിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ നിലപാട്. കുഞ്ഞികൃഷ്ണൻ ഒരു തരത്തിലും പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിനെതിരെ ചില സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്ന അറ്റാക്കുകളൊക്കെ ഉണ്ട്. അദ്ദേഹം ഇതുവരെ ഒരു സമരത്തിലും പങ്കെടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഒറ്റ കേസ് പോലുമില്ല. അതെന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അരനൂറ്റാണ്ട് കാലം പയ്യന്നൂർ പോലെ കണ്ണൂർ പോലെ തിളച്ചുമറിയുന്ന രാഷ്ട്രീയമുള്ളൊരു സ്ഥലത്ത് ഒരു സമരത്തിലും പങ്കെടുത്ത ഒരു കേസുമില്ലാതെ എങ്ങനെയാണ് ഒരു നേതാവ് ജീവിക്കുക എന്നൊക്കെ പറയുന്നൊരു വലിയ പ്രശ്നമുള്ള കാര്യമാണ്. പക്ഷേ അതൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി ചോദ്യം ചെയ്യുന്നതിനുള്ള ഘടകമേ അല്ല. അതവിടെ നിൽക്കട്ടെ. പക്ഷേ എനിക്ക് അറിയേണ്ട 2 കാര്യങ്ങളുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയതാരാ? വി കുഞ്ഞികൃഷ്ണനല്ലേ? ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നോ? എൻ്റെ അറിവിലില്ല. ഈ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ കുഞ്ഞികൃഷ്ണൻ തയ്യാറാക്കിയ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഒബ്ജക്ഷൻ ഇല്ല എന്നാണ് എൻ്റെ അറിവിൽ. ഇല്ലില്ല, ഓഡിറ്റ് റിപ്പോർട്ടിൽ ഒബ്ജക്ഷൻ ഇല്ല. ഇനി ഞാൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഇത് 2017 സംഭവിക്കുന്നതല്ല. ഇതിലൊരു വ്യക്തിപരമായ വിഷയം കൂടിയുണ്ട്. അതിന് വിശദീകരിക്കേണ്ടത് ടി എ മധുസൂദനും ഒപ്പം തന്നെ വി കുഞ്ഞികൃഷ്ണനുമാണ്. 2010 ഈ വി കുഞ്ഞികൃഷ്ണൻ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിക്കുമ്പോൾ, അന്ന് അദ്ദേഹം ഫെബ്രുവരി 28 വിരമിക്കുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഈ ഗ്രാറ്റുവിറ്റി ഫണ്ടായിട്ട് 2.5 ലക്ഷം രൂപയാണ് പിരിയുന്ന സഹകരണ ജീവനക്കാരന് കിട്ടുക. എന്നാൽ അദ്ദേഹം പിരിഞ്ഞതിന് ശേഷം പിന്നീട് 15 ലക്ഷമായിട്ട് ഉയരുന്നു, ഭേദഗതി വരുന്നു. സഹകരണ നിയമത്തെക്കുറിച്ച് പുസ്തകം എഴുതിയ, സഹകരണ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള ശ്രീ കുഞ്ഞികൃഷ്ണൻ യഥാർത്ഥത്തിൽ അന്ന് ഭരണസമിതിയോട് തനിക്കുകൂടി അത് ബാധകമാക്കാൻ കഴിയുന്ന രീതിയിൽ ഭേദഗതി ചെയ്യാൻ കഴിയുമോ എന്ന് നിർദ്ദേശിക്കാൻ കഴിയുമോ എന്ന് മധുസൂദനോട് ചോദിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. എന്നാൽ അതിന് അനുവാദം കിട്ടിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, എന്നാൽ കേസ് പോകാൻ എന്നെ അനുവദിക്കണം എന്ന് പറയുകയും, എന്നാൽ കേസ് പോകുന്നതിൽ താങ്കൾ തന്നെ ഇത്രയും കാലം സെക്രട്ടറി ആയിട്ടിരുന്ന് സഹകരണ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള താങ്കൾ യഥാർത്ഥത്തിൽ കേസ് പോകുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം ചോദിക്കുകയും അദ്ദേഹത്തിന് പാർട്ടി അനുവാദം കൊടുത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അനുവാദമില്ലാതെ അദ്ദേഹം കേസിന് പോയെന്നും ആ കേസ് പക്ഷേ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ട്. പാർട്ടിയുടെ അനുവാദമില്ലാതെ തന്നെ പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായി ഒരു കേസ് പോയി. അദ്ദേഹത്തിൻ്റെ തികച്ചും വ്യക്തിപരമായ ഈ ഗ്രാറ്റുവിറ്റിയുമായി ബന്ധപ്പെട്ടൊരു കേസിൽ ഇവിടം മുതലാണ് തർക്കങ്ങൾ ആരംഭിക്കുന്നത്. അവിടെ മുതൽ വി കുഞ്ഞികൃഷ്ണനും ടി എ മധുസൂദനും തമ്മിലുള്ള ബന്ധം വഷളാവുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 2010 അതിനുശേഷം ഇപ്പോൾ എന്തുകൊണ്ടാണ് 2021 ഈ വിഷയം അവതരിപ്പിച്ചിട്ടും 2021 ശേഷം 8 മാസത്തോളം അതിനുശേഷം പിന്നീട് അദ്ദേഹം പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമല്ലാതെ മാറി നിന്നിട്ടും ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹത്തെ തിരിച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ്
ഇത്രയും വർഷം 8 വർഷം പഴക്കമുള്ള വിഷയങ്ങളിൽ, ചില വിഷയങ്ങളിൽ 4 വർഷം പഴക്കമുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ പൊതുമാധ്യമങ്ങളിൽ വന്ന ഈ കാര്യം തുറന്നു പറയാനിടയ ചേതോ വികാരം എന്താണ്? അദ്ദേഹം നിരന്തരം പറഞ്ഞിരുന്നതാണ് നമ്മുടെ ചർച്ചയിൽ പറഞ്ഞത്. പറഞ്ഞിട്ടില്ല. അല്ല, അകത്ത് പറഞ്ഞിരുന്നു. അകത്ത് പറഞ്ഞു. പാർട്ടിക്ക് പുറത്തത് ഇപ്പോൾ പറയേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടക്കുന്നില്ല. കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ട് പാർട്ടി അംഗീകരിച്ചു. ആ കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടിനെ കുറിച്ച് ഇദ്ദേഹത്തിന് വിയോജിപ്പ് അത് രേഖപ്പെടുത്തി. പാർട്ടിയുടെ രീതി അനുസരിച്ച് നിങ്ങൾക്ക് വിയോജിപ്പാവാം, വ്യക്തിയല്ല പാർട്ടി. ആ വ്യക്തിയിൽ, ആ ഘടകത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും, ലോക്കലാണെങ്കിൽ അങ്ങനെ, ഏരിയയിലാണെങ്കിൽ അങ്ങനെ, ജില്ലയിലാണെങ്കിൽ അങ്ങനെ, വിയോജിപ്പ് രേഖപ്പെടുത്തിയാൽ പാർട്ടി ഒരു തീരുമാനമെടുത്താൽ, ഭൂരിപക്ഷ തീരുമാനമെടുത്താൽ അതിന് നമ്മൾ കീഴ്പ്പെടുകയെ നിവൃത്തിയുള്ളൂ. അതാണ് ആ പാർട്ടിയുടെ രീതി. അതല്ലാതെ അഭിപ്രായം പുറത്തു വന്ന് പറഞ്ഞ് പാർട്ടിയെ തിരുത്തുന്നൊരു സംവിധാനമില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സൈദ്ധാന്തികമായി തന്നെ പറഞ്ഞത്, ഈ പാർട്ടിയുടെ രീതി മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടന രീതിയാണ്. അത് ഡെമോക്രാറ്റിക് സെൻട്രലിസമാണ്. അവിടെ ചർച്ചയുണ്ട് ഘടകത്തിൽ. പക്ഷേ തീരുമാനമെടുത്താൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ തീരുമാനത്തിന് വിധേയമായി പ്രവർത്തിക്കണം. അങ്ങനെ ഒരു കേഡർ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. കോൺഗ്രസ് പാർട്ടി അങ്ങനെയല്ല. അവിടെ കോൺഗ്രസ് പാർട്ടി അങ്ങനെയല്ല എന്നുള്ളതിന് ഉദാഹരണമാണ് വയനാട്ടിലെ ട്രഷറായിരുന്ന NM വിജയൻ്റെയും വിജേഷിൻ്റെയും മരണം. ആ ആത്മഹത്യ നടന്നിട്ട് പോലും പാർട്ടിയുടെ തീരുമാനങ്ങൾ നമ്മൾ കണ്ടതല്ലേ? KPCC പ്രസിഡന്റിന് കത്ത് എഴുതി കൊടുത്തിട്ട് പോലും കാണാൻ തയ്യാറാകാതിരുന്നത് കണ്ടതല്ലേ? അന്വേഷണ കമ്മീഷനെ വെക്കാതിരുന്നത് നമ്മൾ കണ്ടതല്ലേ? ഒടുവിൽ 2 പേരുടെ മരണം കഴിഞ്ഞിട്ടും ആ കുടുംബത്തെ വേട്ടയാടിയത് നമ്മൾ കണ്ടതല്ലേ? അതൊക്കെ അവിടെ നടന്നു. അന്ന് ആരായിരുന്നു മുൾമുനയിൽ? പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതിൽ ഒന്ന് IC ബാലകൃഷ്ണൻ MLA, മറ്റൊന്ന് ND അപ്പച്ചൻ, DCC പ്രസിഡന്റ്, പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. അവരാണ് ഈ പാർട്ടിയെ പഠിപ്പിക്കാൻ വരുന്നത്. ഓർമ്മിക്കണം, കണ്ണൂരിൽ കരുണാകരന് വേണ്ടിയിട്ട് മെമ്മോറിയൽ ട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 50 കോടി പിരിച്ചു എന്നൊരു കേസുണ്ട്. 16 കോടിയുടെ കണക്കേ ഉള്ളൂ. പ്രതിസ്ഥാനത്ത് നിന്നത് അന്നത്തെ KPCC അധ്യക്ഷനാണ് K. സുധാകരൻ. അതൊക്കെ അവിടെ കിടപ്പുണ്ട്. എന്നിട്ടാണ് ഈ പാർട്ടിയെക്കുറിച്ച് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ പാർട്ടിയുടെ ഈ 4 പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് ഞാൻ ഈ 2 പേരെയും കേട്ടതിൽ നിന്ന്. അതായത് ഞാൻ കുഞ്ഞികൃഷ്ണനുമായിട്ട് നേരിട്ട് സംസാരിച്ചില്ല, മാധ്യമങ്ങളിലൂടെ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് ഞാൻ കേട്ടു. മറുഭാഗത്ത് നിന്നും എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ ശ്രമിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയ 4 കാര്യങ്ങളുണ്ട്. ഇതിൽ തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുഞ്ഞികൃഷ്ണനോ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും തിരുത്താം, സബ്ജക്ട് ടു കറക്ഷൻ. ഒന്ന്, ഇതിൽ ആദ്യം നമുക്ക് ഈ റൂറൽ ബാങ്കിൻ്റെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് പോകാം. പയ്യന്നൂരിൽ ഈ ബസ് സ്റ്റാൻഡിനടുത്ത് ചതുപ്പുള്ള ഭൂമിയാണ് തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അത് ആരുടെ തീരുമാനമായിരുന്നു? അത് പാർട്ടി എടുത്ത തീരുമാനമാണ്. ആ സ്ഥലം പിന്നീട് കൺവേർട്ട് ചെയ്യാൻ കഴിയുമെന്നും ആ സ്ഥലത്ത് നമുക്ക് ഈ ബാങ്കിന് വേണ്ടിയുള്ള സ്ഥലം കണ്ടെത്താമെന്നും തീരുമാനിക്കുന്നു. അന്നൊരു അബദ്ധം പറ്റി കുഞ്ഞികൃഷ്ണൻ. എന്താ? അല്ല, കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു അന്ന്. വെറ്റ്ലാൻഡിന് മുമ്പുള്ളതാണെന്ന് എനിക്ക് തോന്നി ഈ സംഭവം നടന്നിരിക്കുന്നത്. കേൾക്കൂ, അന്ന് ഇതിന്റെ സബ് കമ്മിറ്റി 2018 അല്ല, നോക്കൂ, ഇതിന്റെ സബ് കമ്മിറ്റി കൺവീനർ ഇതിന് നിയുക്തമായ, പിരിവെടുക്കാൻ വേണ്ടിയിട്ട് നിയുക്തനായിരുന്ന റൂറൽ ബാങ്കിന്റെ ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട സബ് കമ്മിറ്റി കൺവീനർ ആരായിരുന്നു? കുഞ്ഞികൃഷ്ണനെ പറ്റിയൊരു അബദ്ധം അവിടെയാണ്. അത് മധുസൂദൻ ആയിരുന്നില്ല, അത് C. കൃഷ്ണനായിരുന്നു. എന്താണ് C. കൃഷ്ണൻ അതിന് സബ് കൺവീനർ ആവാൻ കാരണം? ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന് മാത്രമേ സബ് കൺവീനർ ആകാൻ കഴിയൂ. അന്ന് സബ് കൺവീനർ ആകാൻ പറ്റുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നില്ല TA മധുസൂദനൻ. പക്ഷെ അന്ന് ആരോപണം ഉന്നയിച്ചു, ആ ആരോപണം അന്വേഷിച്ചു. അതിൻ്റെ ഉത്തരവാദിത്വം ഇദ്ദേഹത്തിനല്ല, C. കൃഷ്ണനാണെന്ന് തീരുമാനിച്ചു. പാർട്ടിയെ തീരുമാനം അവിടെ അവസാനിപ്പിച്ചു. അതിൽ കഴമ്പില്ല. നോക്കൂ, ഇല്ല, കേൾക്കൂ, ഞാൻ പറയാം. ഞാൻ 4 പറഞ്ഞു കേട്ട് അതിനുശേഷം ഞാൻ പറയാം. ഈ 4 വിഷയങ്ങളിലും പാർട്ടി ഈ അന്വേഷിക്കുമ്പോൾ എല്ലാം പോയി നിൽക്കുന്നത് ഈ മധുസൂദനെതിരെ നിൽക്കുന്ന ആരോപണങ്ങളായിട്ടാണ് ഇത് നിൽക്കുന്നത്. പൂർണ്ണമായിട്ടും കഴമ്പില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം ഇതിൽ പല ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. പാർട്ടി അതാത് സമയങ്ങളിൽ നടപടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബാങ്കുമായി ബന്ധപ്പെട്ട വിവരം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ കിടക്കുകയാണ്. ആയിക്കോട്ടെ, അത് പാർട്ടി എടുത്തൊരു തീരുമാനത്തിൽ നിങ്ങൾ എങ്ങനെയാണ് അന്നത്തെ സബ് കമ്മിറ്റിയിൽ ചുമതലയില്ലാത്ത ഒരാളെ നിങ്ങൾക്ക് രക്തസാക്ഷിയാക്കാൻ പറ്റുക? ആരെങ്കിലും പിടിക്കണ്ടേ? അത് അങ്ങനെ മധുസൂദനെ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവില്ല. വേറെ ആരെങ്കിലും ഒന്ന് ആയിക്കോട്ടെ. അതിനുശേഷം അല്ലല്ല, ഇനി കേൾക്കൂ. അതിനുശേഷം ഈ വിഷയങ്ങളെല്ലാം അന്വേഷിക്കാൻ വേണ്ടിയിട്ടൊരു കമ്മീഷൻ ഉണ്ടായിട്ടുണ്ട്. കമ്മീഷന്റെ കണ്ടെത്തലുകൾ കൂടി പറയാൻ ഞാൻ. അതിനുശേഷം കെട്ടിടത്തിന്റെ നിർമ്മാണം, ആ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ അന്ന് ഈ പറഞ്ഞതുപോലെ പിരിവെടുക്കുന്ന സമയത്ത് ഈ വിഷയങ്ങളടക്കം അന്വേഷിച്ചുകൊണ്ടാണ് ഒരു കൺട്രോൾ കമ്മീഷനെ തീരുമാനിക്കുന്നത്. അതിന് ഈ ധനരാജ് ഫണ്ട് വകമാറ്റിയോ എന്നുള്ളതായിരുന്നു ചോദ്യം. ശരിയാണ്, ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് ഒരു പണമെടുത്ത് പാർട്ടിയുടെ അനുമതിയോടുകൂടി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ആരാണ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചത്? 3 പേരടങ്ങുന്ന ഒരു കമ്മീഷൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു. ആ കമ്മീഷനിൽ പാനോളി വത്സൻ പാനോളിയുണ്ട്, M. പ്രകാശ് മാസ്റ്റർ ഉണ്ട്, P. ഹരീന്ദ്രനുണ്ട്. ഇവർ 3 പേര് ചേർന്നാണ് ഈ ആരോപണങ്ങൾ അന്വേഷിക്കുന്നത്. ആ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഒരു കാര്യം ഇതാണ്. ഒന്ന്, ധനരാജിൻ്റെ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് പിരിവ് നടന്നു. ആ പിരിവിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ പണത്തിൽ ഒരു വിഹിതം കെട്ടിടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ഒരു വിഹിതം ഈ ധനരാജിൻ്റെ അമ്മയ്ക്കും ധനരാജിൻ്റെ 2 കുഞ്ഞുങ്ങൾക്കുമായിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ബാങ്കിലിട്ടു. 3, ഭാര്യ സജിനിക്ക് ബാങ്കിൽ ജോലിയും കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയുമാണ് അവിടെ നടന്നത്. അതിനുശേഷം വന്ന തുക
അന്ന് നോട്ട് നിരോധന കാലമായതുകൊണ്ട് തന്നെ ആ സമയത്ത് ബാക്കിയുള്ള പണം ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് വേണ്ടിയിട്ട് മാറ്റി എന്നുള്ളതാണ്. പക്ഷേ ആ സമയത്ത് കൃത്യമായിട്ട് കണക്കവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ 3-അംഗ കമ്മീഷൻ കണ്ടെത്തിയത്. പാർട്ടിയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു കമ്മീഷൻ ഈ പരാതി പരിശോധിക്കുകയും അത് പഠിക്കുകയും ചെയ്തൊരു റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു തീരുമാനമാണ് ഭൂരിപക്ഷം അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ നിങ്ങളുടെ എതിരഭിപ്രായമുണ്ടെങ്കിലും വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കാനേ കഴിയൂ. അതാണ് പാർട്ടിയുടെ രീതി. അല്ലാതെ എല്ലാം ചെയ്യാൻ പറ്റും. അതിൽ ഈ പറയുന്ന വത്സൻ പാനോളിക്കെതിരെ ആക്ഷേപമുണ്ടോ? ഇല്ലല്ലോ. പ്രകാശ് മാസ്റ്റർക്കെതിരെ ആക്ഷേപമുണ്ടോ? ഇല്ലല്ലോ. നിലവിൽ ഈ 3-ാമത്തെ പി ഹരീന്ദ്രനെതിരെ ആക്ഷേപമുണ്ടോ? ഇല്ലല്ലോ. ഇനി ഈ കാര്യം കോടിയേരി ബാലകൃഷ്ണനോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ തന്നെ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ ഒരു ഭാഗമുണ്ട്. എന്താണ് അത്? വി കുഞ്ഞികൃഷ്ണനെതിരായിട്ടുള്ളൊരു പരാമർശമുണ്ട്. പാർട്ടി ഏകീകരിച്ചു കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഈ പറയുന്ന വി കുഞ്ഞികൃഷ്ണന് സാധിക്കുമോ എന്നതിൽ സംശയമുണ്ടെന്നൊരു റിമാർക്സ് കൊടുത്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ആ സമയത്ത് നടക്കുന്നതാ. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആരോപണങ്ങളുടെയും കുന്തമുന ചേർന്ന് നിൽക്കുന്നത് ഈ പറയുന്ന മധുസൂദനെതിരെയാണ്. ഇതെല്ലാം തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ അന്വേഷിച്ച് കണ്ടെത്തി. അദ്ദേഹം ഇപ്പോഴും പറയുന്നുണ്ടല്ലോ നിയമപരമായ നടപടിയിലേക്ക് ഞാൻ പോകുന്നില്ല, ഇതൊരു രാഷ്ട്രീയ വിഷയമാണ്. ഞാൻ ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സഖാവിനെ ഈ പാർട്ടിയുടെ കമ്മീഷൻ തീരുമാനത്തെ അത് ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട് എന്നതിലാണ് പാർട്ടിക്ക് അവിടെ പാളിച്ച സംഭവിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ പണം പോയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇനി 4-ാമത്തെ കാര്യത്തിലേക്ക് വരാം. അതാണ് വ്യാജ റെസിപ്റ്റുമായി ബന്ധപ്പെട്ട കാര്യം. ശരിയാണ്, ഈ 6 വ്യാജ രസീത് കുറ്റികൾ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവം? ഇത് പാർട്ടി അന്വേഷിച്ചില്ലേ? പാർട്ടി അന്വേഷിച്ചു. CPM രീതി എന്താ? CPM ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി സ്വന്തം നിലയ്ക്ക് പണപ്പിരിവ് നടത്തുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ആ രീതി മറ്റു പാർട്ടികളിലുള്ള സംവിധാനമാണ്. നമ്മളതിന് ഇലക്ട്രൽ ബോണ്ട് എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇലക്ട്രൽ ബോണ്ട് പാർട്ടിക്ക് കൊടുക്കുന്ന, ഇലക്ട്രൽ ബോണ്ട് വാങ്ങാതിരുന്ന ഏക പാർട്ടിയാണ് CPM എന്ന് ആലോചിക്കണം. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഒരു പിരിവെടുത്ത് വരുന്നു എന്ന് പറയുന്നത്. ആ പിരിവിൻ്റെ ഭാഗമായിട്ട് പാർട്ടി സെക്രട്ടറി, അന്നത്തെ പാർട്ടി ഓഫീസിൻ്റെ സെക്രട്ടറി, അവിടുത്തെ ഇതിന് ചുമതലയുണ്ടായിരുന്ന, പിരിവ് നടത്താൻ ചുമതലയുണ്ടായിരുന്ന ഓഫീസ് സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന 4-5 റെസിപ്റ്റുകൾ കാണാതാവുകയും പകരം അത് പാർട്ടിയെ അറിയിക്കാതെ അയാൾ വ്യാജമായിട്ട് അടിക്കുകയും ചെയ്തു. ഒടുവിൽ അന്വേഷണത്തിൽ കണ്ടെത്തി ഈ പാർട്ടി സെക്രട്ടറി അവിടെ എന്ത് ചെയ്തു? ഓഫീസ് സെക്രട്ടറിയെ 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. അപ്പോൾ വ്യാജ റെസിപ്റ്റ് കേസിൽ കുഞ്ഞികൃഷ്ണൻ അടക്കം നിരവധി പേർ ഉന്നയിച്ച ഈ വിഷയം പാർട്ടിയിൽ ചർച്ച ചെയ്തില്ലേ? ചർച്ച ചെയ്തു. നടപടി ഉണ്ടായില്ലേ? നടപടി ഉണ്ടായി. ഈ നടപടിയുടെ കാരണമായിട്ട് വിശദീകരിച്ചപ്പോൾ ഈ സെക്രട്ടറി പറഞ്ഞത് അദ്ദേഹത്തിനായിരുന്നു ചുമതല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട കൂപ്പണുകൾക്ക് പകരം മറ്റു കൂപ്പണുകൾ അദ്ദേഹം അടിച്ചുവെന്ന് സമ്മതിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തില്ലേ? നടപടിയെടുത്തു. അപ്പോൾ അടിസ്ഥാനമായി ഇത്തരം കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇതും ഒരു ഭാഗത്ത് അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. പക്ഷേ അപ്പോഴും കുഞ്ഞികൃഷ്ണൻ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നിരന്തരം ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തെ പരിഗണിക്കാൻ പാർട്ടി തീരുമാനിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് 2026 തിരഞ്ഞെടുപ്പിന് ശേഷം ഞാനിത് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നു. എന്ന് പറഞ്ഞാൽ ലക്ഷ്യം മധുസൂദനനാണ്, മധുസൂദനൻ മാത്രമാണ് ലക്ഷ്യം എന്നുള്ളത് വളരെ വ്യക്തമാണ്. അല്ല, അതിനുശേഷമാണ് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴുള്ള പ്രചരണങ്ങൾ കൂടി മറുഭാഗത്ത് നടക്കുന്നത്. എന്ന് കരുതി പയ്യന്നൂരിലെ വിഭാഗീയത ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പയ്യന്നൂരിൽ വിഭാഗീയത ഉണ്ട്. അതിൻ്റെ ആഴം 2010 അതിനുശേഷം നടന്ന കാര്യങ്ങളുണ്ട്. അത് പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നമായി പാർട്ടിക്ക് ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിച്ചു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് കൈവിട്ടു പോകുന്ന നിലയിലേക്ക് എത്തി. അവിടെ മറ്റു നേതാക്കളും ഇദ്ദേഹത്തിനോടൊപ്പമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്കെല്ലാം ചില വിയോജിപ്പുകളുണ്ട്. ആ വിയോജിപ്പുകളൊക്കെ പാർട്ടി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ മറുഭാഗത്തു നിന്നുള്ള വേർഷൻ കൂടി പറയുന്നതാണ്. ഇനി വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന സഖാവിനെ നാളെ പാർട്ടി പുറത്താക്കും. അതോടുകൂടി പാർട്ടി കൂടുതൽ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാവും. ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ TPക്ക് സംഭവിച്ചതുപോലെ കുഞ്ഞികൃഷ്ണന് സംഭവിക്കുമോ? അതിൻ്റെ മട്ടിലുള്ള വലിയ പ്രചരണങ്ങളുണ്ടാവും. ഒരു ഭാഗത്ത് പാർട്ടി ഭക്തരായിരിക്കുന്ന ചില ആളുകളെങ്കിലും അദ്ദേഹത്തിനെതിരെ ഫ്ലെക്സ് വയ്ക്കും. അദ്ദേഹത്തെ വലിയ രീതിയിൽ കുലംകുത്തി എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കോടാലിക്കൈ എന്നുള്ള പ്രയോഗങ്ങൾ വരും. ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിറയും. ഇതൊക്കെ കാണും, ഇതൊക്കെ വരും എന്നുള്ളതാണ്. പക്ഷേ വസ്തുത ഇതാണ് എന്ന് പറയാൻ വേണ്ടിയാണ്, അഥവാ ഇങ്ങനെയൊരു വേർഷൻ കൂടി ഒരു ഭാഗമുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം വി കുഞ്ഞികൃഷ്ണനെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായിട്ട് തള്ളിപ്പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്കത് സാധിക്കും. പക്ഷേ അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങൾ അത് ഗൗരവത്തിലെടുക്കണം. ഇനി 100 പേജുള്ളൊരു പുസ്തകം പുറത്തു വരുന്നുണ്ട്. അതിനകത്ത് ഈ പറയുന്ന കണക്കുകൾ കൃത്യമായിട്ടുണ്ട്. പുസ്തകം പുറത്തു വരട്ടെ, നമുക്കത് പരിശോധിക്കാം. പക്ഷേ EPയുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളൊന്നും പിന്നെ അടിസ്ഥാനരഹിതമായിരുന്നു എന്നുള്ളത് പാർട്ടിക്ക് ബോധ്യപ്പെട്ടതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീഴ്ച സംഭവിച്ചത് വീട്ടിലെത്തുന്ന സമയത്ത് അത് അദ്ദേഹം വിശദീകരിച്ചതിലാണ് ഇലക്ഷൻ്റെ എന്ന്. അപ്പോൾ പയ്യന്നൂരിൽ പാളിയോ എന്നുള്ളതായിരുന്നു ചോദ്യം. 3 പേരുടെയും അഭിപ്രായം യെസ് എന്നാണ്. Meet the editors.